ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസിൻ്റെ അടുത്ത സെഷനിലേക്ക് പോവാണ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എൻഡോഴ്സ്മെൻറ്റ് എന്താണെന്നാണ്. നമ്മൾ പറഞ്ഞു ബെയർ ഇൻസ്ട്രുമെൻറ്റ്സ് ആണെങ്കിൽ ബൈ ഡെലിവറി, ഓർഡർ ഇൻസ്ട്രുമെൻറ്റ്സ് ആണെങ്കിൽ എൻഡോഴ്സ്മെൻറ്റ് ആൻഡ് ഡെലിവറിയാണ് ലയബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ നെഗോഷിയേഷൻ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് നെഗോസിയേഷൻ ഈസ് ബൈ ഡെലിവറി ഫോർ ബെയർ ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് എൻഡോഴ്സ്മെൻറ്റ് ആൻഡ് ഡെലിവറി ഫോർ ഓർഡർ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞു നമ്മൾ. അപ്പോൾ എന്താ ഡെലിവറി? ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. എ എന്ന് പറയുന്ന ഒരു പാർട്ടി ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാക്കുകയാണ്, പറയുകയാണ് പേ ടു ബി അല്ലെങ്കിൽ പേ ടു ബി ഓർ ബെയറർ. അപ്പോൾ ബെയറർ ഇൻസ്ട്രുമെൻ്റ് ആണ്, അല്ലെങ്കിൽ പേരൊന്നും മെൻഷൻ ചെയ്യുന്നില്ല, അപ്പോൾ ബെയറർക്കാണ്. അങ്ങനെയാണെങ്കിൽ എക്ക് എന്ത് ചെയ്യും? അത് ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡെലിവറി ആയി, അത് നെഗോസിയേഷനായി. അതായത് ആർക്കാണെങ്കിലും ബെയറർക്ക് അത് പേയ്മെൻറ്റ് നടത്താം അല്ല മേടിക്കാം. അപ്പോൾ പേയ്മെൻറ്റ് ബെയറർ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ മിയർ ഡെലിവറി കൊണ്ട് തന്നെ ട്രാൻസ്ഫർ നടക്കുകയാണ്. പക്ഷേ ഓർഡർ ഇൻസ്ട്രുമെൻറ്റ് സ്പെസിഫിക്കലി പറയുകയാണ് പേ ടു ബി ഓൺലി, പേ ടു ബി ₹1000 എന്ന് പറയുന്നത് ബിക്ക് മാത്രം. അങ്ങനത്തെ ഇൻസ്ട്രുമെൻറ്റ്സ് എൻഡോഴ്സ്മെൻറ്റും ഡെലിവറി നടത്തി കഴിഞ്ഞാൽ മാത്രമേ ട്രാൻസ്ഫർ ആവുള്ളൂ. അപ്പോൾ എന്താണ് എൻഡോഴ്സ്മെൻറ്റ് എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ എൻഡോഴ്സ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ സെക്ഷൻ 15 ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് 1881 പറയുന്നത്. എൻഡോഴ്സ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മേക്കർ ഓർ ഹോൾഡർ ഓഫ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് signs the same otherwise than as such maker for the purpose of negotiation on the back or face thereof or on a slip of paper annexed thereto, or signs for the same purpose a stamp paper intended to be completed as a negotiable instrument. He is said to endorse the same and is called the endorser. എന്താണ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് സെക്ഷൻ 15 പറയുന്നത്. എന്താ പറയുന്നത്? വേർ ദ മേക്കർ ഓർ ഹോൾഡർ ഓഫ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് സൈൻസ് ദ സെയിം. അപ്പോൾ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ മേക്കർ അല്ലെങ്കിൽ ഹോൾഡർ അത് സൈൻ ചെയ്യുകയാണ്. എന്ത് പർപ്പസിനാണ്? ഫോർ ദ പർപ്പസ് ഓഫ് നെഗോസിയേഷൻ. അപ്പോൾ നെഗോസിയേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫറിൻ്റെ പർപ്പസിന് വേണ്ടി എൻഡോഴ്സ്മെൻറ്റ് മേക്കറോ അല്ലെങ്കിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ മേക്കറോ അല്ലെങ്കിൽ ഹോൾഡറോ സൈൻ ചെയ്യുകയാണ്. അതർവൈസ് ദാൻ എ സച്ച് മേക്കർ, അതായത് മേക്കർ എന്നുള്ള കപ്പാസിറ്റിയിൽ ആയിരിക്കരുത് സൈൻ ചെയ്യേണ്ടത്. പക്ഷേ ഹോൾഡർ ആദ്യമായിട്ട് മേക്കർക്ക് ചെയ്യുമ്പോൾ എന്തായാലും നമ്മളൊരു ആളുടെ പേര് മെൻഷൻ ചെയ്യുക, അയാളായിരിക്കും എൻഡോഴ്സ് ചെയ്യുന്നു പറയുന്നത്. അപ്പോൾ മേക്കർ അല്ലെങ്കിൽ ഹോൾഡർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആരാണോ പോസ്റ്റ് ചെയ്യുന്ന അയാൾ നെഗോസിയേഷന് വേണ്ടി ബാക്കിലോ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബാക്കിലോ ഓർ ഫേസ് ദെയർ ഓഫ് ഫ്രണ്ടിലത്തെ ഷീറ്റിലോ അല്ലെങ്കിൽ അവിടെ സെപ്പറേറ്റ് സ്ലിപ്പ് ഓഫ് പേപ്പർ, ഒരു സെപ്പറേറ്റ് സ്ലിപ്പ് ഓഫ് പേപ്പറിലോ സൈൻ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിന് എൻഡോഴ്സ്മെൻ്റ് എന്ന് വിളിക്കും. കൂടാതെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിന് ആവശ്യത്തിന് ഒരു സ്റ്റാമ്പ് പേപ്പറിൽ സൈൻ ചെയ്യുകയാണെങ്കിലും എന്ത് വിളിക്കും? എൻഡോഴ്സ്മെൻ്റ് എന്ന് വിളിക്കും. എൻഡോഴ്സ് ചെയ്യുന്ന ആളെ എൻഡോഴ്സർ എന്ന് വിളിക്കും എന്നാണ് സെക്ഷൻ 15 പറയുന്നത്. ഈ ഒരു ഡെഫിനിഷൻ്റെ സിമ്പിൾ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പുറകിൽ അല്ലെങ്കിൽ ഫേസിൽ അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് സ്ലിപ്പ് ഓഫ് പേപ്പറിൽ സൈൻ ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? ട്രാൻസ്ഫറിന് വേണ്ടി, ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സൈൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്ന വാക്ക് വന്നേക്കുന്നത് ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ഇൻഡോഴ്സം എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ഇതിൻ്റെ മീനിങ് തന്നെ അപ്പോൺ ദ ബാക്ക് എന്നാണ്. ഇൻഡോഴ്സത്തിൻ്റെ മീനിങ് അപ്പോൺ ദ ബാക്ക് എന്നാണ്. പക്ഷേ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് യൂഷ്വലി എൻഡോഴ്സ് ചെയ്യുന്ന ബാക്ക് സൈഡിൽ സൈൻ ചെയ്തതാണ്. ചിലവർ ഫ്രണ്ട് പേജിൽ അല്ലെങ്കിൽ ഫേസ് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റിൽ സൈൻ ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ ബാക്കിൽ എൻഡോഴ്സ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് സ്ഥലമില്ല, അങ്ങനെയാണെങ്കിൽ ഒരു സെപ്പറേറ്റ് പേപ്പർ അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് സ്ലിപ്പ് ഓഫ് പേപ്പറിലും കൂടി സൈൻ ചെയ്യും. എന്നിട്ട് ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്യും. അങ്ങനെ അറ്റാച്ച് ചെയ്യുന്ന സ്ലിപ്പ് ഓഫ് പേപ്പറിന് പറയുന്നതാണ് അലോഞ്ച് എന്നാണ് പറയുന്നത്. പിന്നീടുള്ള എൻഡോഴ്സ്മെൻറ്റ് സൈൻ ചെയ്യാൻ വേണ്ടിയാണ് അറ്റാച്ച് ചെയ്യുന്നത്. ബാക്കിൽ സ്പേസ് ഇല്ല, അങ്ങനെ വരികയാണെങ്കിൽ മാത്രമാണ് അലോഞ്ച് വെക്കുക. ഓക്കെ, ഇനി ആരാണോ ഇൻസ്ട്രുമെൻ്റ് എൻഡോഴ്സ് ചെയ്യുന്നത് അയാളെ എൻഡോഴ്സർ എന്നും, ആർക്കാണോ ഏത് വ്യക്തിയുടെ പേരിലാണോ എൻഡോഴ്സ് ചെയ്യുന്നത് അയാളെ എൻഡോഴ്സി എന്നും പറയും. ഇനി ഈ എൻഡോഴ്സ്മെൻറ്റിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡോഴ്സി ഗെറ്റ്സ് ദ റൈറ്റ് ടൈറ്റിൽ ഓർ പ്രോപ്പർട്ടി ഇൻ ഇൻസ്ട്രുമെൻറ്റ്. അതായത് എൻഡോഴ്സിക്ക് ആ ഒരു ഇൻസ്ട്രുമെൻ്റ് എൻഡോഴ്സിയുടെ പേരിൽ, അതായത് ഇറ്റ് ഈസ് മെയ്ഡ് പേയബിൾ ടു എൻഡോഴ്സിക്കാണ് ഇനി പേയ്മെൻറ്റ് റിസീവ് ചെയ്യാനുള്ള റൈറ്റും ടൈറ്റിലും എല്ലാം ഉള്ളത്. ഓക്കെ, എൻഡോഴ്സർ സർട്ടിഫൈസ് ദ ജെനുവിൻനെസ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്. എൻഡോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എൻഡോഴ്സ് ചെയ്യുന്ന ആൾ ആ ഇൻസ്ട്രുമെൻറ്റ് ജെനുവിൻ ആണെന്ന് സർട്ടിഫൈ ചെയ്യുകയാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോഴ്സി ഗെറ്റ്സ് ദ റൈറ്റ് ഫോർ ഫർദർ നെഗോഷിയേഷൻ. അതായത് ഒരു തവണ എൻഡോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എൻഡോഴ്സ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, എത്ര തവണ മെച്യൂരിറ്റി ഡേറ്റിന് മുന്നേ നമ്പർ ഓഫ് ടൈംസ് നെഗോഷിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ എൻഡോഴ്സിക്ക് ഫർദർ നെഗോഷിയേഷനുള്ള റൈറ്റും കൂടി കിട്ടുകയാണ്. ഇനി നാലാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോഴ്സർ ഗ്യാരൻറ്റീസ് ദാറ്റ് ഓൾ പ്രീവിയസ് എൻഡോഴ്സ്മെൻറ്റ്സ് ആർ ജെനുവിൻ. മുന്നേ നടന്ന എല്ലാ എൻഡോഴ്സ്മെൻറ്റുകളും ജെനുവിൻ ആണ് ആര് ഗ്യാരൻറ്റി ചെയ്യുക? എൻഡോഴ്സർ ഗ്യാരൻറ്റി ചെയ്യുകയാണ്. അഞ്ചാമത്തെ significance on endorser promises to indemnify the endorsee or any subsequent holder of the instrument
എനി ലോസ് സഫേർഡ് ബൈ ദം ഓൺ ദ ഡിസോണർ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ എൻഡോഴ്സർ ഒരു ഇൻഡെംനിറ്റി കൊടുക്കുകയാണ്. ഇൻഡെംനിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺട്രാക്ട് ആക്റ്റിൽ പഠിച്ചു അല്ലേ. ഇൻഡെംനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കഷ്ടനഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്തോളാം എന്നുള്ളൊരു ഉറപ്പ് കൊടുക്കുകയാണ്, ഒരു പ്രോമിസ് കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ എൻഡോഴ്സിക്ക് എന്താ കൊടുക്കുന്നത്? ഒരു പ്രോമിസ് കൊടുക്കുകയാണ്, അതായത് ഇൻഡെംനിറ്റി കൊടുക്കുകയാണ്. അതായത് എന്തെങ്കിലും ഈ ഒരു ട്രാൻസ്ഫർ കൊണ്ട് കഷ്ടങ്ങളോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് ഞാൻ കോമ്പൻസേറ്റ് ചെയ്തോളാം, അല്ലെങ്കിൽ ഇത് ഡിസോണർ ആവുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ നഷ്ടങ്ങൾ കോമ്പൻസേറ്റ് ചെയ്തോളാം എന്നുള്ളൊരു പ്രോമിസ് അല്ലെങ്കിൽ ഒരു ഇൻഡെംനിറ്റി കൊടുക്കുകയാണ് എൻഡോഴ്സർ. ഓക്കെ, ഇനി ഒരു വാലിഡ് എൻഡോഴ്സ്മെൻറ്റ് ആവാൻ എന്തൊക്കെയാണ് വേണ്ടത്? സിഗ്നേച്ചർ വേണം അല്ലേ. സിഗ്നേച്ചറാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ പറഞ്ഞു എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സൈൻ ചെയ്യാമെന്നാണ്. അപ്പോൾ സിഗ്നേച്ചർ ഓഫ് ദ എൻഡോഴ്സർ ഈസ് മസ്റ്റ്, ഒരു വാലിഡ് റിക്വയർമെൻ്റ് ആണ്. രണ്ടാമത്തെ സ്പെല്ലിംഗ് കറക്റ്റ് ആയിരിക്കണം. സപ്പോസ് ഇനി എൻഡോഴ്സ് ചെയ്തപ്പോൾ എൻഡോഴ്സിയുടെ പേര് തെറ്റായിട്ടാണ് സ്പെല്ല് ചെയ്തത്, തെറ്റായിട്ടാണ് അതിൽ എഴുതിയത്. ഇനി ആ എൻഡോഴ്സി വീണ്ടും എൻഡോഴ്സ് ചെയ്യുകയാണെങ്കിൽ ആ എൻഡോഴ്സി ആരാവും? എൻഡോഴ്സറാവും. അപ്പോൾ എൻഡോഴ്സ് ചെയ്യുമ്പോൾ അയാൾ സൈൻ ചെയ്യേണ്ടത് ആദ്യം തെറ്റായിട്ട് എഴുതിയ സ്പെല്ലിംഗ് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ കറക്റ്റായിട്ടുള്ള സ്പെല്ലിംഗ് എഴുതുക. ഓക്കെ, എന്നിട്ട് വേണം സൈൻ ചെയ്യാൻ. പ്രിഫറബിളി ഇൻ ഇങ്ക്. എൻഡോഴ്സ് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്കിൽ തന്നെ സൈൻ എഴുതുക, അല്ലാതെ സ്റ്റാമ്പ് അങ്ങനെ സീൽ ഒന്നും പറ്റില്ല, ഇങ്കിൽ തന്നെ എഴുതണം. ഇനി ബാക്ക് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്. ഓൺ ദ ബാക്ക് ഓഫ് ദി ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാലും ചിലർ ഫേസിൽ ചെയ്യാറുണ്ട്, സെപ്പറേറ്റ് സ്ലിപ്പിലും ചെയ്യാറുണ്ട്, ബാക്കിൽ അറ്റാച്ച് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതിന് പറയുന്നതാണ് അലോഞ്ച്. അപ്പോൾ ബാക്ക് ഓഫ് ദി ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കണം, ലോഫുൾ ഹോൾഡർ ആയിരിക്കണം, അതായത് എൻഡോഴ്സർ ജെന്യൂനെസ് ഗ്യാരണ്ടി ചെയ്യുക. അപ്പോൾ ഹോൾഡർ എന്ന് പറഞ്ഞ ആൾ ജെന്യൂൻ ആയിരിക്കണം. ഓക്കെ, ഇനി പല ടൈപ്പ് എൻഡോഴ്സ്മെൻ്റ് ഉണ്ട്. എന്തൊക്കെയാണ് പല ടൈപ്പ് ഓഫ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആദ്യത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാങ്ക് എൻഡോഴ്സ്മെൻ്റ് ആണ്. ബ്ലാങ്ക് ഓർ ജനറൽ എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് എൻഡോഴ്സ് ചെയ്യുക. സപ്പോസ് എ എന്ന് പറയുന്ന ഒരു ഹോൾഡർ അല്ലെങ്കിൽ മേക്കർ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കി ഡ്രോയർക്ക് കൊടുത്തു, അല്ലെങ്കിൽ പേയ്ക്ക് കൊടുത്തു. പേയ് എന്ത് ചെയ്തു? അത് എൻഡോഴ്സ് ചെയ്യാണ്, വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഓക്കെ, ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ രണ്ട് വിധത്തിൽ ചെയ്യാം, ബെയറാക്കാം അല്ലെങ്കിൽ പേയബിൾ ടു ഓർഡർ ആക്കാം. അപ്പോൾ ഇൻഡോഴ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻഡോഴ്സർ സൈൻ മാത്രമേ ഇടുന്നുള്ളൂ, എൻഡോഴ്സിയുടെ പേരിടുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? അതിനെ ബ്ലാങ്ക് എൻഡോഴ്സ്മെൻ്റ് എന്ന് വിളിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞു പേയബിൾ ടു ബെയറോ പേയബിൾ ടു ഓർഡർ ആവാം. പേയബിൾ ടു ഓർഡർ ആണെങ്കിൽ ഒരു സ്പെസിഫിക് പേഴ്സണിന് കൊടുക്കണം. ഇപ്പോൾ എൻഡോഴ്സ് ചെയ്യുകയാണെങ്കിൽ അത് മിക്കവാറും പേയബിൾ ടു ഓർഡർ ആണ് അല്ലേ. എൻഡോഴ്സ്മെൻറ്റ് നടക്കുന്ന ഓർഡർ ഇൻസ്ട്രുമെൻസിനാണ്. അപ്പോൾ ബെയറർ ഇൻസ്ട്രുമെൻസിന് എൻഡോഴ്സ് ചെയ്യേണ്ട കാര്യമില്ല, ഡെലിവറി മാത്രമേ ഉള്ളൂ. അപ്പോൾ ബ്ലാങ്ക് എൻഡോഴ്സ്മെൻ്റ് ആണെങ്കിൽ എൻഡോഴ്സർ എന്ത് മാത്രമേ ചെയ്യുള്ളൂ? ഒരു സൈൻ മാത്രമേ ഇടുള്ളൂ. ആർക്കാണ് എൻഡോഴ്സ് ചെയ്യുന്നതെന്ന് പറയില്ല, അല്ലെങ്കിൽ എൻഡോഴ്സിയുടെ പേര് മെൻഷൻ ചെയ്യില്ല. അപ്പോൾ എന്ത് പറ്റും? ഫർദർ നെഗോഷിയേഷൻ അല്ലെങ്കിൽ ഫർദർ ട്രാൻസ്ഫർ എല്ലാം പേയബിൾ ടു ബെയറർ ആവും. എന്ന് വെച്ചാൽ ഓർഡർ പറയുന്നില്ല, ആർക്കാണ് കൊടുക്കുന്നതെന്ന് പറയുന്നില്ല. അപ്പം ജസ്റ്റ് ഒരു സൈൻ മാത്രം ഇടുകയാണെങ്കിൽ അതിനെ ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റ്, എൻഡോഴ്സിയുടെ പേര് സ്പെസിഫൈ ചെയ്യാതെ സൈൻ മാത്രമാണ് എൻഡോഴ്സർ ഇടുന്നതെന്നുണ്ടെങ്കിൽ അതിന് ബ്ലാങ്ക് അല്ലെങ്കിൽ ജനറൽ എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയും. ഇനി ബ്ലാങ്ക് എൻഡോഴ്സ്മെൻ്റ് ആണെങ്കിൽ പേയബിൾ ടു ബെയറർ ആവും, പേയബിൾ ടു ഓർഡർ എന്നുള്ള അല്ലെങ്കിൽ ഓർഡർ ഇൻസ്ട്രുമെൻസിൻ്റെ എല്ലാ ഫീച്ചേഴ്സും മാറും എന്ന് പറഞ്ഞു. ഇനി ഒരു തവണ ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ അതിനെ വീണ്ടും നോർമൽ അല്ലെങ്കിൽ പേയബിൾ ടു ഓർഡർ എൻഡോഴ്സ്മെൻറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ എൻഡോഴ്സർ സൈൻ ചെയ്തതിൻ്റെ പേരിൽ ഒരാളുടെ പേര് മെൻഷൻ ചെയ്താൽ മാത്രം മതി. അല്ലെങ്കിൽ രണ്ടാമത് എൻഡോഴ്സി സൈൻ ചെയ്യണം, അല്ലെങ്കിൽ ഹോൾഡർ സൈൻ ചെയ്യേണ്ട കാര്യമില്ല. ഓൾറെഡി ഒരു എൻഡോഴ്സർ സൈൻ ചെയ്യേണ്ട, അതിൻ്റെ മുകളിൽ ആർക്കാണ് കൊടുക്കേണ്ടത് ആ ഒരു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും ഓർഡർ ഇൻസ്ട്രുമെൻ്റ് ആവും. ഓക്കെ, രണ്ടാമത്തെ ഫുൾ ഓർ സ്പെഷ്യൽ എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എൻഡോഴ്സർ ആർക്കാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് സൈൻ ചെയ്യുന്നതിനെയാണ് ഫുൾ അല്ലെങ്കിൽ സ്പെഷ്യൽ എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുക. അപ്പോൾ പേയബിൾ ടു ബി അല്ലെങ്കിൽ പേ ടു ബി ₹100, പേ ടു ബി ഓർ ഓർഡർ ₹100 എന്നൊക്കെ പറയുന്ന ഇതിനെ ഓർഡർ എന്താ പറയുക എൻഡോഴ്സ്മെൻറ്റിനെയാണ് ഫുൾ ഓർ സ്പെഷ്യൽ എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഫുൾ ഓർ സ്പെഷ്യൽ എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പേയബിൾ ടു ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പേഴ്സണിനാണ് പോവുക. ഇനി റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോഴ്സർ ഫർദർ നെഗോസിയേഷന് റെസ്ട്രിക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ട്രാൻസ്ഫറബിലിറ്റീനെ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്. വീണ്ടും എൻഡോഴ്സിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു എത്ര തവണ വേണമെങ്കിലും എൻഡോഴ്സിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞപ്പോൾ പറഞ്ഞാൽ നമ്പർ ഓഫ് ടൈംസ് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ എൻഡോഴ്സർ അവിടെ റെസ്ട്രിക്റ്റ് ചെയ്യണം ട്രാൻസ്ഫർ, അതായത് പിന്നീടുള്ള എൻഡോഴ്സിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും? അപ്പോൾ പേ ടു എ ഓൺലി എന്ന് കൃത്യമായിട്ട്
എൻഡോഴ്സ്മെൻറ്റ് നടത്തും. അപ്പോൾ എക്ക് മാത്രമേ പേ ചെയ്യാൻ പാടുള്ളൂ എന്ന് അവിടെ പറഞ്ഞേക്കുക. അതായത് എ വേറൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പറ്റില്ല. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഫീച്ചറിനെ അവിടെ റെസ്ട്രിക്റ്റ് ചെയ്യാണ്. അതാണ് റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെൻറ്റ്. അപ്പോൾ ഇത് എൻഡോഴ്സറാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി കണ്ടീഷണൽ ഓർ ക്വാളിഫൈഡ് എൻഡോഴ്സ്മെൻറ്റ്. കണ്ടീഷണൽ എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്ന വേറൊരു പേരാണ് ക്വാളിഫൈഡ് എൻഡോഴ്സ്മെൻറ്റ്. കണ്ടീഷണൽ എൻഡോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ക്വാളിഫൈഡ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോഴ്സറുടെ ലയബിലിറ്റീനെ ലിമിറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് എൻഡോഴ്സ്മെൻറ്റ്സ് ആണ് കണ്ടീഷണൽ ഓർ ക്വാളിഫൈഡ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ പേ എ ഓർ ഓർഡർ ഓൺ അറൈവൽ ഓഫ് ബി. അതായത് ഒരു കണ്ടീഷൻ പറയുകയാണ്. അപ്പോൾ ബിയുടെ അറൈവൽ വരുമ്പോൾ മാത്രം ആർക്ക് കൊടുക്കുക, എക്ക് കൊടുക്കുക എന്ന് പറയുകയാണ്. അത് കണ്ടീഷണൽ ഓർ ക്വാളിഫൈഡ് എൻഡോഴ്സ്മെൻറ്റ് തന്നെ പലതരത്തിലുണ്ട്. സാൻ റീകോഴ്സ്, ഷാൻഫ്രേ, ഫാക്കൽറ്റേറ്റീവ്, പാർഷ്യൽ എൻഡോഴ്സ്മെൻറ്റ്. അപ്പോൾ ഒരു കണ്ടീഷൻ അത് എൻഡോഴ്സറുടെ ലയബിലിറ്റി ലിമിറ്റ് ചെയ്യുന്നതിനാണ്. അപ്പോൾ സാൻ റീകോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സാൻ റീകോഴ്സ് എന്ന് പറയുന്നത് ഒരു കണ്ടീഷണൽ അല്ലെങ്കിൽ ക്വാളിഫൈഡ് എൻഡോഴ്സ്മെൻറ്റ് തന്നെയാണ്. ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോഴ്സ്മെൻറ്റ് ലയബിലിറ്റി ലിമിറ്റ് ചെയ്യുക ആരുടെ? എൻഡോഴ്സറുടെ. അപ്പോൾ ഇതിൽ ഇങ്ങനെയായിരിക്കും പറയുന്നത്, പേ എ ഓർ ഓർഡർ സാൻ റീകോഴ്സ്. അതായത് ഇൻസ്ട്രുമെൻറ്റ് ഡിസോണർ ആവുകയാണെങ്കിൽ എന്താ പറയുക, ഈ ഇൻസ്ട്രുമെൻറ്റ് ഡിസോണർ ആവുകയാണ്. അതായത് പേ ചെയ്യേണ്ട ആൾ പേ ചെയ്യുന്നില്ല. അതായത് മേക്കർ അല്ലെങ്കിൽ ഡ്രോയർ പേ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? അത് ഡിസോണർ ആവും അല്ലേ? അപ്പോൾ സപ്പോസ് എ ഒരു ഇൻസ്ട്രുമെൻറ്റ് ഉണ്ടാക്കുകയാണ്. അതായത് എന്താ പേ ടു ബി ₹500 എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെൻറ്റ് മേക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഡ്രോയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആണ്, പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ആണ്. സപ്പോസ് ബി അത് വീണ്ടും ട്രാൻസ്ഫർ ചെയ്യുക സിക്ക് എൻഡോഴ്സ് ചെയ്യുകയാണ്. അപ്പോൾ ആക്ച്വലി എ ആണ് ഇപ്പോഴും ലയബിള് അല്ലേ? അപ്പോൾ സി വീണ്ടും ഡിക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോഴും ലയബിലിറ്റി ആർക്കാ? എക്ക് തന്നെയാണ്. അതായത് എ ആണ് പ്രൈമറി ലയബിലിറ്റി ഉള്ള ആൾ. അപ്പോൾ ഡിക്കും സിക്കും ബിക്കും ലയബിളായിട്ടുള്ള ആൾ ആരാ? എ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ എല്ലാ എൻഡോഴ്സീസിനും അല്ലെങ്കിൽ ലയബിലിറ്റി ഉള്ള ആർക്കാ? എക്കാണ്. പക്ഷേ സാൻ റീകോഴ്സ് എൻഡോഴ്സ്മെൻ്റ് ആണെങ്കിൽ എക്ക് ഈ ലയബിലിറ്റി റെസ്ട്രിക്റ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റുന്ന? ഒരു വേർഡ് ആഡ് ചെയ്താൽ മതി, പേ ബി ഓർ ഓർഡർ സാൻ റീകോഴ്സ്. അപ്പോൾ സാൻ റീകോഴ്സ് എന്ന് പറഞ്ഞൊരു ഓർഡർ, അപ്പോൾ എ ബിക്ക് കൊടുത്തു, അപ്പോൾ പേ ബിക്ക് കൊടുക്കാം. ബി സിക്ക് കൊടുക്കുമ്പോൾ അത് ഡിസോണർ ആയിക്കഴിഞ്ഞാൽ സിക്ക് ആരുടെ അടുത്ത് മാത്രമേ പോകാൻ പറ്റുള്ളൂ? ബിയുടെ അടുത്ത് മാത്രമേ പോകാൻ പറ്റുള്ളൂ. എയുടെ അടുത്തോട്ട് വരാൻ പറ്റില്ല. ബിക്ക് പിന്നീട് വേണമെങ്കിൽ എയുടെ അടുത്തോട്ട് പോകാം. അപ്പോൾ ഈ സാൻ റീകോഴ്സ്, പേ ടു ബി ഓർ ഓർഡർ സാൻ റീകോഴ്സ് എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ടെങ്കിൽ അവിടെ ലയബിലിറ്റി ലിമിറ്റ് ചെയ്യണം. ഇനി ഷാൻഫ്രേ എൻഡോഴ്സ്മെൻ്റ് ആണെങ്കിൽ വിത്തൗട്ട് എക്സ്പെൻസ്. ഷാൻഫ്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് എൻഡോഴ്സ്മെൻ്റ് എന്നാണ് മീൻ ചെയ്യുന്നത്, വിത്തൗട്ട് എക്സ്പെൻസ് എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ എൻഡോഴ്സ്മെൻറ്റുകളിൽ എൻഡോഴ്സർ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ തയ്യാറല്ല, അല്ലെങ്കിൽ ഇൻകർ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെയാണെങ്കിൽ, അതായത് ഈ എൻഡോഴ്സ്മെൻറ്റിന് ഭാഗമായിട്ടുള്ള എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല, അങ്ങനെയാണെങ്കിൽ ഈ ഒരു വേർഡ് ആഡ് ചെയ്താൽ മതി. എന്താ? പേ ടു എ ഓർ പേ ടു ബി ഓർ ഓർഡർ വിത്തൗട്ട് എക്സ്പെൻസ് ടു മീ, അല്ലെങ്കിൽ സാൻഫ്രേ എന്ന് പറഞ്ഞെഴുതി കഴിഞ്ഞാൽ ആ എൻഡോഴ്സ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള എക്സ്പെൻസുകളൊന്നും എൻഡോഴ്സർ മീറ്റ് ചെയ്യാൻ തയ്യാറല്ല. അപ്പോൾ ലയബിലിറ്റി ലിമിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇത്രയാണ് കണ്ടീഷണൽ ക്വാളിഫൈഡ് എൻഡോഴ്സ്മെൻറ്റ്. ഇനിയുള്ള ഫാക്കൽറ്റേറ്റീവ് ആൻഡ് പാർഷ്യൽ എൻഡോഴ്സ്മെൻ്റ് ആണ്. ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഡിസോണർ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഡ്രോയർ അല്ലെങ്കിൽ മേക്കർക്ക് ഡിസോണർ ആയി എന്നുള്ളൊരു നോട്ടീസ് കൊടുക്കണം. അത് മേക്കറുടെ ഒരു റൈറ്റാണ് നോട്ടീസ് സർവ് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ ഡിസോണർ ആയി എന്നുള്ള വിവരം അറിയിക്കുക എന്നുള്ള ഒരു റൈറ്റാണ്. അപ്പോൾ ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെൻറ്റിൽ എഴുതുന്നത് ഇങ്ങനെയായിരിക്കും, പേ എ ഓർ ഓർഡർ നോട്ടീസ് ഓഫ് ഡിസോണർ വേവ്ഡ്. അതായത് നോട്ടീസ് ഓഫ് ഡിസോണർ വേവ് ചെയ്യണ്ട. ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെൻറ്റിൽ ഒരു ലയബിലിറ്റി കൂടുതൽ വാങ്ങിച്ച് പിടിക്കുകയാണ്. അതായത് മേക്കർക്കുള്ളൊരു റൈറ്റ് അയാൾ വേവ് ചെയ്യാണ്. ഇവിടെ റൈറ്റ് ടു റിസീവ് ദ നോട്ടീസ് ഓഫ് ഡിസോണർ എന്ന് പറയുന്ന ആ റൈറ്റ് വേവ് ചെയ്യുകയാണ് ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെൻറ്റിൽ. അപ്പോൾ ഇങ്ങനെയാണ് എഴുതുക, പേ എ ഓർ ഓർഡർ നോട്ടീസ് ഓഫ് ഡിസോണർ വേവ്ഡ്. അപ്പോൾ ഡിസോണർ ആയിക്കഴിഞ്ഞാൽ നോട്ടീസ് അയക്കേണ്ട കാര്യമില്ല. അപ്പോൾ ലീഗലി മൂവ് ചെയ്യാൻ നോട്ടീസ് അയക്കണം എന്നുള്ളൊരു കണ്ടീഷൻ എൻഡോഴ്സി അല്ലെങ്കിൽ ഫർദർ ഹോൾഡേഴ്സിന് നടത്തേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ ഒരു എക്സ്ട്രാ ലയബിലിറ്റി അല്ലെങ്കിൽ ഒരു റിസ്ക് എലിമെൻറ്റ് വാങ്ങിച്ചു വെക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ എൻഡോഴ്സ്മെൻറ്റുകളെയാണ് ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുക. ഇനി അടുത്തതാണ് പാർഷ്യൽ എൻഡോഴ്സ്മെൻറ്റ്. പാർഷ്യൽ എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു പേ ടു എ ഓർ ഓർഡർ ₹1000. അപ്പോൾ 1000 രൂപ എക്ക് കൊടുക്കാനുള്ളൊരു ഓർഡറാണ് പറഞ്ഞേക്കുന്നതിൽ അല്ലേ? അപ്പോൾ 1000 രൂപയാണ് കൊടുക്കേണ്ടത്. പക്ഷേ എ വീണ്ടും അത് എൻഡോഴ്സ് ചെയ്യുകയാണ് ബി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക്. പക്ഷേ എ 500 രൂപ കൊടുക്കാനുള്ളൂ. അങ്ങനെയാണെങ്കിൽ എക്ക് അതിൽ എൻഡോഴ്സ് ചെയ്യുമ്പോൾ
പെയ്ഡ് ടു ബി ₹500 എന്ന് എഴുതാം, പക്ഷേ അതൊരു വാലിഡ് എൻഡോഴ്സ്മെൻ്റ് അല്ല. പാർഷ്യൽ എൻഡോഴ്സ്മെൻ്റ് എന്ന് പറയുന്ന ഒരു വാലിഡ് എൻഡോഴ്സ്മെൻ്റ് അല്ല. പക്ഷേ പാർഷ്യൽ എൻഡോഴ്സ്മെൻറ്റിൻ്റെ മീനിങ് ഇതാണ്. അതായത് ഒരു ഒറിജിനൽ എൻഡോഴ്സ്മെൻറ്റിൽ പറഞ്ഞേക്കുന്ന ഫുൾ എമൗണ്ട് അല്ലെങ്കിൽ കൊടുക്കാൻ പ്രോമിസ് ചെയ്യുന്ന എമൗണ്ട് അല്ലാതെ പാർഷ്യലായിട്ടുള്ളൊരു പ്രോമിസ് മീറ്റ് ചെയ്യണമെന്ന് പറയുന്നതിനാണ് പാർഷ്യൽ എൻഡോഴ്സ്മെൻ്റ് എന്ന് പറയുക. ഇത് ആക്ച്വലി ലീഗലി വാലിഡ് അല്ല. ഓക്കെ, ഇനി ക്രോസിങ്ങും എൻഡോഴ്സ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? ക്രോസിങ് ചെക്സിന് മാത്രമേ പറ്റുള്ളൂ, പക്ഷേ എൻഡോഴ്സ്മെൻറ്റ് എല്ലാ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഇൻക്ലൂഡിങ് ചെക്സിന് പറ്റും. പിന്നെ ക്രോസിങ് ചെക്കിൻ്റെ ഫേസിലാണ്, എൻഡോഴ്സ്മെൻറ്റ് ഫേസിലാവാം, ബാക്ക് ഓഫ് ദി ഇൻസ്ട്രുമെൻ്റ് ആവാം, അല്ലെങ്കിൽ അലോഞ്ച് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് സ്ലിപ്പ് ഓഫ് പേപ്പറിലാവാം. ഇനി ക്രോസിങ് 2 പാരലൽ ലൈൻസ് വരച്ചാണ്, പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻ വരച്ചാണ് ക്രോസിങ് നടത്തുക. എൻഡോഴ്സ്മെൻറ്റിൻ്റെ ആവശ്യത്തിൽ ആ ലൈൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ക്രോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കർക്കുള്ള ഒരു ഡയറക്ഷനാണ്, പേ മണി ഓൺലി ടു ആൻഡ് അക്കൗണ്ട് ഓഫ് ദ പേ. പിന്നെ എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റൈറ്റും ട്രാൻസ്ഫർ ചെയ്യുകയാണ് വേറൊരു വ്യക്തിക്ക് എന്ന് പറയുന്നതിനാണ് എൻഡോഴ്സ് ചെയ്യുക എന്ന് പറയുന്നത്. ഇനി ക്രോസിംഗ് സെപ്പറേറ്റ് പേപ്പറിലോ അല്ലെങ്കിൽ സെപ്പറേറ്റ് സ്ലിപ്പിലോ ഒന്നും പറ്റില്ല, ചെക്കിൻ്റെ ഫേസിൽ തന്നെ വേണം. എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് പേപ്പറിലാവാം, ആ പേപ്പറിന് അല്ലെങ്കിൽ ആ സ്ലിപ്പിന് പറയുന്ന പേരാണ് അലോഞ്ച്. ഇനി റെഗുലാരിറ്റി ഓഫ് എൻഡോഴ്സ്മെൻറ്റ്, കോംപ്ലിമെൻ്ററി ഓർ കേർട്ടസി ടൈറ്റിൽസ്. അപ്പോൾ എൻഡോഴ്സ്മെൻറ്റിൻ്റെ റെഗുലാരിറ്റിനെ ഡിഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ മെൻഷൻ ചെയ്യുന്ന സെക്ഷൻ 85 കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കോംപ്ലിമെൻ്ററി ഓർ കേർട്ടസി ടൈറ്റിൽസ്, അതായത് ഡോക്ടർ, മിസ്റ്റർ, മിസ്, മിസ്സിസ്, അതൊന്നും കൊടുക്കാൻ പാടില്ല എൻഡോഴ്സ്മെൻറ്റിൻ്റെ കാര്യത്തിൽ. സ്പെല്ലിംഗ് നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായിട്ട് എഴുതണം. ഇനി തെറ്റാണെന്നുണ്ടെങ്കിൽ എൻഡോഴ്സ് വീണ്ടും ചെയ്യുമ്പോൾ അത് തെറ്റായിട്ടുള്ള പേര് തന്നെ എഴുതിയിട്ട് കറക്റ്റായിട്ടുള്ള സ്പെല്ലിംഗ് ബ്രാക്കറ്റിൽ എഴുതാം. വിമൻ അൺമാരീഡ് വിമൻ ആണ്, സ്പിൻസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഫുൾ നെയിം വിത്ത് ഒറിജിനൽ സർനെയിം എഴുതാം. ഇല്ലിറ്ററേറ്റ് പേഴ്സൺ ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് തമ്പിൻ്റെ ഇംപ്രഷൻ വെച്ചാൽ മതി. ഫേംസ്, കമ്പനീസ്, ട്രസ്റ്റീസ് ഒക്കെ ആണെങ്കിൽ അതോറൈസ്ഡ് പേഴ്സൺ ആരാണോ സൈൻ ചെയ്യാനുള്ള അവരായിരിക്കണം സൈൻ ചെയ്യേണ്ടത്. പബ്ലിക് അതോറിറ്റീസിൻ്റെ കാര്യത്തിലും അത് തന്നെ. അതോറൈസ്ഡ് പേഴ്സൺ അല്ലെങ്കിൽ ഏജൻ്റായിട്ട് ആക്ട് ചെയ്യാൻ ആരെയാണോ അതോറൈസ് ചെയ്തേക്കുന്നത് അവർക്ക് സൈൻ ചെയ്യാം. ജോയിൻറ്റ് പേ ആണെങ്കിൽ രണ്ട് പേരും സൈൻ ചെയ്തേ മതിയാവും. ക്ലബ്സ്, അസോസിയേഷനൊക്കെ ആണെങ്കിൽ അതിൽ അസൈൻ ചെയ്തേക്കുന്ന ആരെയാണോ അവർക്ക് സൈൻ ചെയ്യാം. ഡിസീസ് പേഴ്സൺ ആണെങ്കിൽ എക്സിക്യൂട്ടറോ അഡ്മിനിസ്ട്രേറ്ററോ ഒക്കെ അപ്പോയിൻറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക്, അല്ലെങ്കിൽ ഇനി മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ജോയിൻറ്റ് എക്സിക്യൂട്ടേഴ്സ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ അവർ ജോയിൻ്റ് ആയിട്ട് സൈൻ ചെയ്യണം. ഓക്കെ, ഇനി ലയബിലിറ്റീസ് ഓഫ് എൻഡോഴ്സ് ചെയ്ത് കഴിഞ്ഞാലുള്ള ലയബിലിറ്റി എൻഡോഴ്സർ എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ഒന്നാമത്തെ പേയ്മെൻറ്റ് ആക്സെപ്റ്റ് ചെയ്യണം, അതായത് ഡ്രോയി ആക്സെപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എൻഡോഴ്സ് ചെയ്യുന്ന ആൾ ആക്സെപ്റ്റ് ചെയ്തേ മതിയാവും. മാത്രമല്ല പേയ്മെൻറ്റ് കൃത്യമായിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ നടത്തണം. ഇനി ടു കോമ്പൻസേറ്റ് ദ ഹോൾഡർ ഇഫ് പ്രോപ്പർ നോട്ടീസ് ഓഫ് ഡിസോണർ ഈസ് ഗിവൺ. നമ്മൾ പറഞ്ഞു ഇൻഡംനിഫൈ ചെയ്യേണ്ടി വരും എൻഡോഴ്സർ അല്ലേ, അതായത് എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതും ഒരു ലയബിലിറ്റിയാണ്. പിന്നെ കനോട്ട് ഡിനൈ ടു എ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ദ ജെനുവിനെസ് ഓഫ് ഡ്രോയർ സിഗ്നേച്ചർ. ഡ്രോയറുടെ സിഗ്നേച്ചർ ജെനുവിൻ അല്ല എന്ന് പറഞ്ഞ് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിന് പേയ്മെൻറ്റ് ഡിനൈ ചെയ്യാൻ പറ്റില്ല. ഇനി cannot deny the regularity and validity of endorsement and is title to the instrument to any subsequent endorsees. ടൈറ്റിലൊന്നും റെഗുലർ അല്ല എന്ന് പറഞ്ഞ് ഡിനൈ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? എൻഡോഴ്സർ ഗ്യാരൻറ്റി ചെയ്യുന്നുണ്ട് ടൈറ്റിൽ ഗുഡാണെന്നല്ലേ, അതുകൊണ്ട് തന്നെ അതിനെ ഡിനൈ ചെയ്യാൻ പറ്റില്ല. എൻഡോഴ്സറുടെ ഗ്യാരൻറ്റി ഉണ്ട്, എൻഡോഴ്സറുടെ റിസ്ക് ആണ്, അത് എൻഡോഴ്സറുടെ ലയബിലിറ്റിയുമാണ്. കംസ് ടു ആൻ എൻഡ് ഓൺലി ഓൺ ദ പേയ്മെൻറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ്. എപ്പോൾ മാത്രമേ ലയബിലിറ്റി എൻഡോഴ്സറുടെ എൻഡ് ചെയ്യുള്ളൂ? ഓൺലി ആഫ്റ്റർ ഡ്യൂ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ്. കൃത്യമായിട്ട് പേയ്മെൻറ്റ് കൊടുത്തു കഴിയുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? എൻഡോഴ്സറുടെ ലയബിലിറ്റി തീരുള്ളൂ. അപ്പോൾ ഇതാണ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് നോക്കുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.